ഇനി ഇന്നത്തെ ദീപാരാധന കാഴ്ചയിലേക്ക് പോകാം. ഓം എന്ന നാമത്തിൽ നിന്ന് തന്നെയാണ് ഓമല്ലൂർ എന്ന പേരുണ്ടായതെന്ന് ഓമല്ലൂരിന്റെ ആത്മീയ ചരിത്രരേഖകൾ പറയുന്നു. ഓംകാരനാദത്തിന്റെ ചൈതന്യം പോലെ തന്നെ ഓമല്ലൂരിന്റെ ആത്മാവിനെ നിരന്തരം തേജോമയമാക്കിക്കൊണ്ട് ശ്രീ രക്തകണ്ഠസ്വാമി ക്ഷേത്രം നിലനിൽക്കുന്നുവെന്നതാണ് ഓമല്ലൂർ ദേശത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. വിഷ്ണു മഹേശ്വര ചൈതന്യം നിറഞ്ഞ സാക്ഷാൽ അയ്യപ്പസ്വാമി തന്നെയാണ് ശ്രീ രക്തകണ്ഠസ്വാമിയായി ഇവിടെ കുടികൊള്ളുന്നുവെന്നാണ് വിശ്വാസം. കലിയുഗ വരദനായ അയ്യപ്പസ്വാമിയുടെ കൃപാകടാക്ഷങ്ങളാൽ ഓമല്ലൂരിന്റെ ഓരോ ഋതുസംക്രമങ്ങളും ഹരിവരാസന കീർത്തനം പോലെ ആനന്ദാത്മകമാകുന്നു. ഓമല്ലൂരിന്റെ ഇന്നലെകൾ മഹത്തായ ഒരു കാർഷിക സംസ്കാരത്തിൻ്റെതായിരുന്നു. ഞാറ്റുവേല കുളിർക്കാറ്റ് വീശുമ്പോൾ പൊൻപ്രകാശം പരത്തി വിളഞ്ഞു നിൽക്കുന്ന നെൽക്കതിരുകളുടെ നൃത്തോത്സവ ഓർമ്മകളിൽ ഓമല്ലൂരിന്റെ ഹൃദയം പമ്പവിളക്കിന്റെ ശോഭ പോലെ മിന്നിത്തിളങ്ങി. വിതയ്ക്കുമ്പോഴും കൊയ്യുമ്പോഴും കളപ്പുരയിൽ കൂട്ടിവയ്ക്കുമ്പോഴുമൊക്കെ തങ്ങളുടെ ഗ്രാമദൈവമായ ശ്രീ രക്തകണ്ഠേശ്വര സ്വാമി തന്നെയായിരുന്നു ഈ ദേശക്കാരുടെ പ്രാർത്ഥനയും സ്വപ്നവും ആശ്വാസവുമൊക്കെ. അതിപുരാതന കാലം മുതൽക്കേ ഭഗവാന്റെ തിരുമുമ്പിൽ സമർപ്പിച്ച ജീവിതങ്ങളുടെ തുടർച്ച തന്നെയാണ് ഭഗവാന് മുന്നിൽ തൊഴുതു നിൽക്കുന്ന ഓരോ ആത്മരൂപങ്ങളും. മധ്യ തിരുവിതാംകൂറിലെ അതിപുരാതന ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഓമല്ലൂർ രക്തകണ്ഠസ്വാമി ക്ഷേത്രം. ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള ക്ഷേത്രം അതാത് കാലഘട്ടത്തിന്റെ ഓർമ്മകളിലൂടെ അനാദിയായി സഞ്ചരിക്കുന്നുവെന്ന് തന്നെയാണ് സത്യം. ആത്മാവ് നിലനിൽക്കുകയും ശരീരം ജനിമൃതികളിൽ കൂടെ കടന്നു പോകുന്നത് പോലെ ഭഗവാന്റെ പരമാത്മ ചൈതന്യത്തിനെ ആരാധിക്കാനായി ഓരോരോ കാലഘട്ടത്തിലും ക്ഷേത്രം രൂപപ്പെടുന്നുവെന്നേ ഉള്ളൂ. പടിഞ്ഞാറോട്ട് ദർശനമായി നിൽക്കുന്ന വളരെ അപൂർവം ക്ഷേത്രങ്ങളിലൊന്നായ ശ്രീ രക്തകണ്ഠ മഹാക്ഷേത്രത്തിന്റെ ചരിത്രകഥ തുടങ്ങുന്നത് ഇങ്ങനെയാണ്. ആദ്യകാലത്ത് ശ്രീ രക്തകണ്ഠസ്വാമിയുടെ മൂലസ്ഥാനം കല്ലേരി ഗ്രാമത്തിലെ അറത്തകണ്ഠൻമൂഴി എന്ന സ്ഥലത്തെ ക്ഷേത്രമായിരുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്നു. അന്ന് അവിടെ വസിച്ചിരുന്ന ജനങ്ങൾ അലസന്മാരും ദുർനടത്തിപ്പുകാരും ക്ഷേത്രകാര്യങ്ങളിൽ താല്പര്യമില്ലാതിരുന്ന അവിശ്വാസികളുമായിരുന്നു. യഥാവിധിയുള്ള പൂജാതി കർമ്മങ്ങളില്ലാതെ അനാഥമായ ക്ഷേത്രവും പരിസരവും കിടക്കുമ്പോൾ ചൂതുകളിയിൽ തൽപരനായിരുന്ന നാട്ടുപ്രമാണി മിക്കപ്പോഴും ചൂതുകളിയിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുന്നു. ചൂതുകളിയിൽ നിരന്തര പരാജയങ്ങൾ നേരിട്ടുകൊണ്ടിരുന്ന നാട്ടുപ്രമാണി തന്റെ പരാജയ കാരണം ക്ഷേത്രത്തിനുള്ളിലെ ദേവവിഗ്രഹമാണെന്ന് തെറ്റിദ്ധരിക്കുകയും തുടർന്ന് ഭഗവാന്റെ വിഗ്രഹത്തെ അടർത്തിയെടുത്ത് സമീപത്തുകൂടി ഒഴുകിയ അച്ഛൻ കോവിൽ ആറിലേക്ക് എറിയുകയും ചെയ്തു. വിഗ്രഹത്തിലെ ദേവചൈതന്യം ദിവ്യപ്രകാശം വിടർത്തുന്ന അതിമനോഹരമായ ഒരു പുഷ്പത്തിന്റെ രൂപത്തിൽ പുഴയിലൂടെ ഒഴുകിക്കൊണ്ടിരുന്നു. നദീതീരത്തുള്ള പല ക്ഷേത്രങ്ങളിലെ ദേവതകളോടും പുഷ്പത്തിന്റെ രൂപത്തിൽ ഒഴുകി നടന്ന ദേവചൈതന്യം അഭയം ചോദിച്ചിരുന്നുവെന്നാണ് പറയപ്പെടുന്നത്. ഒടുവിൽ ഭഗവത് ചൈതന്യം പുഷ്പമായി ഒഴുകിയെത്തിയത് ഓമല്ലൂരിലെ ഉഴുവത്ത് ക്ഷേത്രക്കടവിലായിരുന്നു. ഉഴുവത്ത് ദേവി ഭഗവത് ചൈതന്യത്തിന് അഭയം നൽകുകയും തനിക്കുള്ള നിവേദ്യത്തിന്റെ 3/4 പങ്കും ദേവചൈതന്യത്തിനുള്ളതാണെന്ന് സമ്മതിക്കുകയും ചെയ്യുന്നു. ദേവിയുടെ കാരുണ്യപ്രവാഹത്തിൽ സംപ്രീതനായ ഭഗവാൻ ഉഴുവത്തമ്മയുടെ ആതിഥ്യം സ്വീകരിച്ച് ഓമല്ലൂരിൽ കുടികൊള്ളാൻ തീരുമാനിക്കുകയും ചെയ്യുന്നു. മനുഷ്യസ്പർശം കൊണ്ട് തന്നെ അവിടെ ഒരു ക്ഷേത്രമുണ്ടാകണമെന്ന നിയോഗം കൊണ്ട് തന്നെയാവണം ദിവ്യപ്രകാശം പരത്തി പുഴയിൽ കിടന്ന അത്ഭുത പുഷ്പത്തെ നദിയിൽ സ്നാനം ചെയ്തുകൊണ്ടിരുന്ന ഒരു സ്ത്രീയും കുട്ടിയും കാണാനിടയാകുന്നത്. കുട്ടിയുടെ നിർബന്ധത്തിന് വഴങ്ങിയ സ്ത്രീ അതിമനോഹരമായ പുഷ്പത്തെ നദിയിൽ നിന്നെടുത്ത് ഒരു താളിക്കിണ്ണത്തിൽ കടവിലെ പാറപ്പുറത്ത് വയ്ക്കുകയും തുടർന്ന് സ്നാനം കഴിഞ്ഞ് സ്ത്രീ താളിക്കിണ്ണവും പുഷ്പവും എടുക്കാൻ തുനിഞ്ഞപ്പോൾ താളിക്കിണ്ണം പാറപ്പുറത്ത് ഉറച്ചിരിക്കുന്നതായി അനുഭവപ്പെടുകയും എത്ര ശ്രമിച്ചിട്ടും താളിക്കിണ്ണവും പുഷ്പവും ഇളക്കി മാറ്റാൻ കഴിയാതെ സ്ത്രീയും കുട്ടിയും വിഷമിക്കുകയും ചെയ്തു. ഒടുവിൽ ഈ അത്ഭുത വിശേഷം അറിഞ്ഞ് നാട്ടുകാരും നാട്ടുപ്രമാണിമാരും എത്തിച്ചേരുകയും ദേവജ്ഞന്മാരെ വിളിച്ചു വരുത്തി
പൂവിനുള്ളിൽ വസിച്ചിരുന്ന ദേവചൈതന്യത്തെ തിരിച്ചറിയുകയും ചെയ്യുന്നു. ദേവവിധി പ്രകാരം ഊരാളി എയ്യുന്ന അസ്ത്രം തറയ്ക്കുന്ന പ്രദേശത്ത് ക്ഷേത്രം നിർമ്മിക്കുവാനുള്ള തീരുമാനവും ഉണ്ടാകുന്നു. കിഴക്കോട്ട് ദർശനമരുളി ഭഗവാനെ ഇരുത്തി ക്ഷേത്ര നിർമ്മാണം പൂർത്തിയാക്കുകയും ചെയ്തു. പക്ഷേ അടുത്ത ദിവസം ക്ഷേത്രത്തിലെത്തിയ ഭക്തജനങ്ങൾ കണ്ട കാഴ്ച, കിഴക്കോട്ട് ദർശനമായി പ്രതിഷ്ഠിച്ചിരുന്ന ഭഗവാന്റെ രൂപം സ്വയം പടിഞ്ഞാറോട്ട് ദർശനമരുളിയിരിക്കുന്നതായിരുന്നു. ഭഗവാനെ ഉപേക്ഷിച്ച കിഴക്ക് ദേശക്കാർക്ക് ദർശനമരുളാതെ ഭഗവാൻ പടിഞ്ഞാറ് ദേശക്കാരായ തന്റെ ഇഷ്ടപ്രജകൾക്ക് നേരെ ദർശനഭാഗ്യം അരുളി നിലയുറപ്പിച്ചുവെന്നാണ് ചരിത്രം പറയുന്നത്. അന്നു മുതൽ ക്ഷേത്രത്തിന്റെ കിഴക്കേ നട ഇന്നേ വരെ തുറന്നിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. ലോകനായക സ്വാമി ദീനരക്ഷക ശിഷ്ടരക്ഷ ചെയ്തു നിത്യം വാണിടും. ഓമല്ലൂർ ശ്രീ രക്തകണ്ഠസ്വാമി ക്ഷേത്രത്തിന്റെ ചരിത്രവുമായി മറ്റൊരു കഥയും നിലനിൽക്കുന്നു. ഒരിക്കൽ ബ്രഹ്മാവും വിഷ്ണുവും തമ്മിൽ തർക്കമുണ്ടായത്രേ. ആരാണ് കേമൻ എന്നതാണ് തർക്കവിഷയം. മധ്യസ്ഥനായെത്തിയ മഹാദേവൻ ഇരുവരെയും പരീക്ഷിക്കാൻ എന്നോണം പറഞ്ഞ ആശയം ഇങ്ങനെയായിരുന്നു: ശിവലിംഗത്തിന്റെ അഗ്രം എവിടെയാണെന്ന് കണ്ടെത്തുന്നവർ ആരായിരിക്കും, അയാളാണ് യഥാർത്ഥ വിജയി എന്ന് പറയുകയും ചെയ്തു. ശിവലിംഗാഗ്രം കണ്ടെത്താനായി ബ്രഹ്മാവ് ആകാശത്തിലേക്കും വിഷ്ണു ഭൂമിക്കടിയിലേക്കും യാത്ര തിരിച്ചു. ബ്രഹ്മാവ് യാത്രക്കിടയിൽ ശിവലിംഗത്തിന്റെ ശിരസിൽ നിന്ന് താഴേക്ക് ഊർന്നു വീഴുന്ന കൈതപ്പൂവിനെ കാണുന്നു. ബ്രഹ്മാവും കൈതപ്പൂവും തമ്മിലുള്ള ഉടമ്പടി പ്രകാരം ബ്രഹ്മാവ് പാതി വഴിയിൽ യാത്ര ഉപേക്ഷിക്കുകയും ബ്രഹ്മാവ് ശിവലിംഗാഗ്രം കണ്ടെത്തി എന്നതിന് താൻ സാക്ഷ്യം വഹിച്ചുവെന്ന് കൈതപ്പൂ ശിവനോട് കള്ളം പറയുകയും ചെയ്തു. ഇത് കേട്ട് കോപാകുലനായ പരമശിവൻ ഒരിക്കലും പൂജയ്ക്കെടുക്കാത്ത പൂവായി തീരട്ടെ എന്ന് കൈതപ്പൂവിനെ ശപിക്കുകയും ചെയ്യുന്നു. ഉഗ്രരൂപിയായ ഭഗവാൻ മുന്നിൽ നിന്ന ബ്രഹ്മാവിന്റെ 5ാമത്തെ തല നുള്ളിയെടുക്കുകയും ചെയ്തു. തുടർന്ന് ബ്രഹ്മദേവന്റെ ശിരസ് വിഷ്ണു ഭഗവാൻ കൈകളിൽ ഏറ്റുവാങ്ങുന്നു. വിഷ്ണു ഭഗവാൻ ബ്രഹ്മാവിന്റെ ശിരസ് ഇപ്പോൾ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നതിന് കിഴക്ക് അച്ചൻ കോവിലാറിന്റെ തീരത്ത് കല്ലേറിയിലെ ഗ്രാമത്തിൽ പ്രതിഷ്ഠിച്ചുവെന്നാണ് കഥ. അങ്ങനെ പ്രതിഷ്ഠിക്കപ്പെട്ട ബ്രഹ്മാവിന്റെ ശിരസിനെ അർത്ഥകണ്ഠൻ എന്നറിയപ്പെടുകയും പിന്നീട് അത് രക്തകണ്ഠൻ എന്ന നാമത്തിലാകുകയും ചെയ്തുവെന്നാണ് ഐതിഹ്യം പറയുന്നത്. ഈ സ്ഥലത്തെ ഇന്നും അർത്ഥകണ്ഠൻ മൂഴി എന്നും അറിയപ്പെടുന്നു. അങ്ങനെ അവിടെ രൂപം കൊണ്ട ആദ്യ ക്ഷേത്രം കാലാന്തരത്തിൽ നശിക്കുകയും വിഗ്രഹം ആറ്റിൽ പതിക്കുകയും ചെയ്തു. ആറ്റിൽ പതിച്ച വിഗ്രഹം ഒരു താമരപ്പൂവായി ഒഴുകി ഉഴവത്ത് ദേശത്തെത്തിച്ചേരുകയും താമരപ്പൂവിന്റെ ദിവ്യ തേജസ് ദേവചൈതന്യമാണെന്ന് തിരിച്ചറിഞ്ഞ് ഇന്ന് കാണുന്ന ഓമല്ലൂർ ക്ഷേത്രമുണ്ടായി എന്നുമാണ് മറ്റൊരു ചരിത്രം പറയുന്നത്. ദുഷ്ടന്മാരെ നിഗ്രഹിക്കുമ്പോൾ കഴുത്തിൽ രക്തം പുരളുന്നത് പോലെ ദുഷ്ടനിഗ്രഹത്തിന് ശേഷം ശാസ്താവ് ഇവിടത്തെ വിഗ്രഹത്തിൽ രക്തകണ്ഠനായി പുനരവതാരം ചെയ്തുവെന്നാണ് വിശ്വാസം. അന്നു മുതലാണ് ഓമല്ലൂർ രക്തകണ്ഠസ്വാമി ക്ഷേത്രം കലിയുഗവരദനായ അയ്യപ്പസ്വാമിയെ ആരാധിച്ചു തുടങ്ങുന്നത്. അതിപുരാതന കാലം മുതൽക്കേ ഓമല്ലൂരിന്റെ തലമുറകളുടെ പുണ്യം പോലെ വന്നു ചേർന്ന ഈ മഹാക്ഷേത്രം സംരക്ഷിക്കുന്നതിലും ആചാരാനുഷ്ഠാനങ്ങൾ മുടങ്ങാതെ നടത്തുന്നതിലും ഓമല്ലൂർ നിവാസികൾ ജാഗ്രത പുലർത്തുന്നു. കൂടാതെ ക്ഷേത്ര വികസനത്തിനും ആത്മീയ പ്രവർത്തനങ്ങൾ തലമുറകളിലൂടെ നിലനിർത്തുന്നതിനുമായി ക്ഷേത്ര ഉപദേശക സമിതി രൂപീകരിച്ചിട്ടുമുണ്ട്. സ്ത്രീകളുടെ ആത്മീയ സംഗമത്തിന് രൂപീകരിച്ച മാതൃസമിതിയുടെ നേതൃത്വത്തിൽ വിശേഷാൽ ദിവസങ്ങളിൽ നിരവധി ആത്മീയ പരിപാടികളാണ് നടത്തിവരുന്നത്. അങ്ങനെ ഓമല്ലൂർ നിവാസികൾ തങ്ങളുടെ കർമ്മവും ജീവിതവുമൊക്കെ ശ്രീ രക്തകണ്ഠേശ്വര സ്വാമിയിൽ സമർപ്പിച്ചു തന്നെയാണ് മുന്നോട്ടു പോകുന്നത്. ഭഗവാനോടുള്ള തങ്ങളുടെ അചഞ്ചലമായ വിശ്വാസം തന്നെയാണ് ജീവിത പ്രയാണത്തിലെ സർവ്വവിജയങ്ങൾക്കും ഐശ്വര്യങ്ങൾക്കും സമൃദ്ധിക്കും കാരണമെന്ന് ഓമല്ലൂർ നിവാസികൾ വിശ്വസിച്ചു പോരുന്നു. ശ്രീധർമ്മ
മഹത്തരമായ ഒരു ശില്പ പാരമ്പര്യവും ഓമല്ലൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ക്ഷേത്രത്തിലെ പുരാതന തമിഴ് മലയാളം ശിലാലിഖിതങ്ങളിൽ നിന്ന് വ്യക്തമാണ്. കരിങ്കൽ പാളികളെ വെണ്ണ പോലെ മൃദുവാക്കി മനോഹരങ്ങളായ ശില്പങ്ങൾ പണിയാൻ കരവിരുതുള്ള ശില്പികളാണ് ഓമല്ലൂർ ക്ഷേത്രം പണിതത്. അവരുടെ ശില്പചാതുര്യത്തിന്റെ മകുടോദാഹരണങ്ങളാണ് ഇന്നും ക്ഷേത്രത്തിൽ അമൂല്യനിധിയായി പരിപാലിക്കുന്ന കൽച്ചങ്ങലയും കൽമണിയും. ക്ഷേത്ര നിർമ്മാണത്തിനായി എത്തിയ മേലതിൽ കുടുംബത്തിലെ ശില്പ വിദഗ്ധരാണ് ഇവ നിർമ്മിച്ചതെന്ന് കരുതപ്പെടുന്നു. ഒറ്റക്കല്ലിൽ തീർത്ത നാദസ്വരം ക്ഷേത്ര ഉത്സവത്തിനെത്തിയിട്ടുള്ള പ്രശസ്തരായ ധാരാളം നാദസ്വര വിദ്വാൻമാർ വായിച്ചിട്ടുണ്ട്. എല്ലാ വർഷവും 9-ാം തിരുവുത്സവത്തിന് ആറാട്ടെഴുന്നള്ളത്തിന് ഈ കൽനാദസ്വരത്തിൽ ഭഗവത് കീർത്തനം വായിക്കാറുണ്ട്. മനസാകിലും അലിഞ്ഞു പോയല്ലോ കാത്തിടുക നീ. ചരിത്രപ്രസിദ്ധമായ ഓമല്ലൂർ വയൽ വാണിഭം ശ്രീ രക്തകണ്ഠസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഏകദേശം 500 വർഷങ്ങൾക്ക് മുൻപ് തെക്കൻ തിരുവിതാംകൂറിലെ കൊട്ടാരക്കരയ്ക്ക് തെക്കുള്ള വെളിയ നെല്ലൂരിൽ വയൽ വാണിഭ സ്ഥലത്തു നിന്നും ഒരു കാളക്കൂറ്റൻ വിളറി പൂണ്ട് വടക്കോട്ടോടി ഓമല്ലൂരിലെത്തുകയും ആർക്കും പിടികൊടുക്കാതെ അക്രമം കാട്ടുകയും ചെയ്തു. അപ്പോൾ രക്തകണ്ഠൻ കരുത്തനായ ഒരു യുവ കർഷകന്റെ രൂപത്തിലെത്തി കാളക്കൂറ്റിനെ പിടികൂടി ഓമല്ലൂർ വയലിന്റെ മധ്യത്തിൽ ഒരു പാലക്കുറ്റിയിൽ ബന്ധിച്ചു. ഈ പാലക്കുറ്റി കിളിർത്തു വളർന്ന് ഒരു പാലമരമാകുകയും അതിന്റെ ചുവട്ടിൽ എല്ലാ വർഷവും മീനമാസം 1-ാം തീയതി മുതൽ വയൽ വാണിഭം കൊണ്ടാടി വരുന്നു. പ്രദക്ഷിണ വഴികളിലേക്ക് ചുറ്റുവിളക്കുകളിൽ നിന്ന് പ്രകാശം പരക്കുകയായി. വൻപുലി മുകളിൽ കയറിയ ഭഗവാൻ വന്മല കയറ്റുക ഞങ്ങളെ. കലിയുഗ വരദനു മുന്നിൽ തെളിയുന്ന ഓരോ ദീപങ്ങളും പാപമോക്ഷങ്ങൾക്കായുള്ള ഭക്തരുടെ ആത്മസമർപ്പണം തന്നെയാണ്. ഓമല്ലൂർ ക്ഷേത്രവും പരിസരവും മകരസംക്രമ സന്ധ്യകൾ പോലെ പ്രകാശം വിതറുമ്പോൾ ഭഗവാന് ദീപാരാധനയായി. പൊന്നു സ്വയരൂപത്തെ ഒന്നു കാണുവാൻ മലയാകെ നടന്നിതാ വന്നല്ലോ. സ്വയരൂപത്തെ ഒന്നു കാണുവാൻ മലയാകെ നടന്നിതാ വന്നല്ലോ. മണിപീഠത്തിൽ വാഴും ദൈവമേ കാത്തിടുക നീ ഞങ്ങളെ. മണിപീഠത്തിൽ വാഴും ദൈവമേ കാത്തിടുക നീ ഞങ്ങളെ. മോഹിനി സുതനെ മോഹന രൂപ മോഹമകറ്റുക ഞങ്ങളെ. മോഹിനി സുതനെ തെരുവോരങ്ങളിൽ കിടന്നുറങ്ങുന്ന ആൾക്കാരെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എത്ര ശാന്തമായും സമാധാനമായുമാണ് അവരുറങ്ങുന്നത്. നഷ്ടപ്പെടാൻ ഒന്നും തന്നെയില്ല, ഒന്നിനെയും പേടിയുമില്ല. നമ്മുടെ സമ്പാദ്യം കൂടുന്തോറും നമ്മുടെ ജീവിതം ഭയവും അസ്വസ്ഥതയും കൊണ്ട് നിറയും. ഇന്നത്തെ സന്ധ്യാദീപം ഇവിടെ അവസാനിക്കുന്നു. ഏവർക്കും നന്ദി.